നമസ്കാരം. പ്രധാന വാർത്തകൾ. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സുകുമാരനെതിരെ അഴിമതി ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബുവും CPM നേതാക്കളുമാണ് കോൺഗ്രസ് നേതാവ് സി സുകുമാരനെതിരെ അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നത്. താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ഹാജരാകാതെ പങ്കെടുത്തതായി അവകാശപ്പെട്ട് സി സുകുമാരൻ ആയിരക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. വാളയാറിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ 137 ഗ്രാം ഹെറോയിനും 74 ഗ്രാം ചരസും കണ്ടെത്തി. ചരസ് കടത്താൻ ശ്രമിച്ച കാസർഗോഡ് സ്വദേശി ആദർശ് അറസ്റ്റ്. മഞ്ഞപ്പിത്ത ഭീതി. മേലാറ്റൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. രാത്രികാല കടകളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിഹീനമായി പ്രവർത്തിച്ച 3 കടകൾ പൂട്ടിച്ചു. ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം സമാപിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ HSS ശ്രീകൃഷ്ണപുരവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ GHSS ചെർപ്പുളശ്ശേരിയും ജേതാക്കൾ. മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം. പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം തിങ്കളാഴ്ച മുതൽ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിന് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി സഹായം വേണമെന്നാവശ്യം. താലൂക്ക് വികസന സമിതിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയാണ് അഭ്യർത്ഥന നടത്തിയത്. ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് താലൂക്ക് സമിതിയിൽ പോലീസിന് രൂക്ഷ വിമർശനം. തിരുവേഗപ്പുറ പാലത്തിന്റെ തകർച്ച. ബസ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ചെറിയ വാഹനങ്ങൾക്ക് പോകാം. തകർച്ച പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്താനും തീരുമാനം. വിശദമായ വാർത്തകളിലേക്ക്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സംഘത്തിന്റെയും അഴിമതി ആരോപണം. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരനെതിരെ ഗുരുതര ആരോപണവുമായി ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബുവും CPM നേതാക്കളുമാണ് രംഗത്തെത്തിയത്. പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ഹാജരാകാതെ പങ്കെടുത്തതായി അവകാശപ്പെട്ട് സി സുകുമാരൻ ആയിരക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് ഇവർ പറയുന്നത്. മുൻ പ്രസിഡന്റ് സി സുകുമാരൻ ഹാജരാകാത്ത താലൂക്ക് വികസന സമിതി യോഗങ്ങളുടെ യാത്രാബത്ത വാങ്ങി അഴിമതി നടത്തിയെന്ന് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു വാർത്താസമ്മേളനത്തിൽ വിവരാവകാശ രേഖകളുടെ തെളിവുകൾ സഹിതം വ്യക്തമാക്കി. താലൂക്ക് വികസന സമിതിയിൽ കിട്ടിയ വിവരാവകാശ പ്രകാരം 34 എണ്ണം ചേർന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ വിവരാവകാശ പ്രകാരം കിട്ടിയത് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് 14 സഭകളിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട തഹസിൽദാരെ ഓഫീസിൽ നിന്ന് വിവരാവകാശ പ്രകാരം കിട്ടിയത്. എന്നാൽ ഗ്രാമപഞ്ചായത്തിലെ TA ഇനത്തിൽ വാങ്ങിയത് 34 എണ്ണത്തിനും TA ഇനത്തിൽ ബഹുമാനപ്പെട്ട മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൈസ വാങ്ങിയിട്ടുണ്ട്. ബാക്കി 14 എണ്ണത്തിൽ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളതെന്ന് വിവരാവകാശ പ്രകാരം കിട്ടിയതും ഏകദേശം 20 എണ്ണത്തിൽ അത്തരത്തിലുള്ള ഒരു പങ്കാളിത്തവും ഇല്ലാതെയാണ് വലിയൊരു അഴിമതിക്ക് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. മാസത്തിലെ ആദ്യ ശനിയാഴ്ചകളിൽ പെരിന്തൽമണ്ണ താലൂക്ക് ആസ്ഥാനത്ത് നടക്കുന്ന താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ഹാജരാകാതെ പങ്കെടുത്തതായി അവകാശപ്പെട്ട് സി സുകുമാരൻ ആയിരക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായി ഇവർ പറയുന്നു. സി സുകുമാരൻ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ 2021 ജനുവരി മുതൽ 2024 സെപ്റ്റംബർ വരെ 34 താലൂക്ക് വികസന സമിതി യോഗങ്ങളാണ് ചേർന്നിട്ടുള്ളത്. ഇതിൽ 14 യോഗങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളൂ എന്ന് വിവരാവകാശ നിയമപ്രകാരം താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭ്യമായ രേഖകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ രേഖകൾ പ്രകാരം പ്രസിഡന്റിന് ഇതിൻ്റെ ഇരട്ടിയിലധികം താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ പങ്കെടുത്തതിന് യാത്രാബത്ത കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു തവണ വികസന സമിതിയിൽ പോയാൽ 300 രൂപയാണ് യാത്രാബത്ത വാങ്ങുന്നത്. ഇതിൻ്റെ ബന്ധപ്പെട്ട രേഖകളും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കിയിട്ടുണ്ട്. 4 വർഷത്തെ UDF ഭരണസമിതിയുടെ കാലത്ത് നടന്ന അഴിമതി കഥയാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്നും CPM നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണിയിലും 8 വീതം മെമ്പർമാർ വന്നതിൽ നറുക്കെടുപ്പിൽ വിജയിച്ചാണ് സി സുകുമാരൻ പ്രസിഡന്റായത്. 1 വർഷം മുമ്പ് UDF സ്വതന്ത്ര LDF പക്ഷത്തേക്ക് മാറിയതോടെ പഞ്ചായത്ത് ഭരണം LDFന് കൈവരികയായിരുന്നു. കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പാർലമെൻറ്റ് മണ്ഡലം അധ്യക്ഷനുമായിരുന്നു സി സുകുമാരൻ. പഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ NP ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം T അബ്ദുസമദ്, P ഗോവിന്ദപ്രസാദ്, MR മനോജ്, AP വാസുദേവൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വാളയാറിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ 137 ഗ്രാം ഹെറോയിനും 74 ഗ്രാം ചരസും കണ്ടെത്തി. ചരസ് കടത്താൻ ശ്രമിച്ച കാസർഗോഡ് സ്വദേശി K ആദർശിനെ എക്സൈസ് സംഘം പിടികൂടി. ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഹെറോയിൻ കണ്ടെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് മയക്കുമരുന്നുകൾ കണ്ടെടുത്തത്.
കോയമ്പത്തൂർ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിലാണ് 74 ഗ്രാം ചരസ് കടത്താൻ ശ്രമിച്ചത്. ചരസ് കടത്താൻ ശ്രമിച്ച കാസർഗോഡ് ഹോസ്ദുർഗ് കരുവളം സ്വദേശി 23-കാരനായ ആദർശിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപത്തു നിന്നാണ് പ്ലാസ്റ്റിക് കവറിൽ 137 ഗ്രാം ഹെറോയിൻ കണ്ടെത്തിയത്. എക്സൈസ് സംഘത്തിന്റെ പരിശോധന ഭയന്ന് ഉപേക്ഷിച്ചതാവാം എന്നാണ് നിഗമനം. എക്സൈസ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് KP അനീഷ്, സന്തോഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജീവ്, വിവേക്, മുഹമ്മദ് ഫിറോസ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. മഞ്ഞപ്പിത്ത ഭീതി. മേലാറ്റൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. മേലാറ്റൂരിലെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ മേലാറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ രാത്രികാല കടകളിൽ പരിശോധന നടത്തിയത്. പരിശോധനയുടെ ഭാഗമായി വൃത്തിഹീനമായി പ്രവർത്തിച്ചു വന്നിരുന്ന 3 കടകൾ ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു. മേലാറ്റൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മേലാറ്റൂർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയത്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ രാത്രികാല കടകളിലാണ് പരിശോധന നടത്തിയത്. പരിശോധനയുടെ ഭാഗമായി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചിരുന്ന 3 കടകൾ പൂട്ടിച്ചു. ഇതോടൊപ്പം കൃത്യമായ രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന കടകൾക്ക് രേഖകൾ ഉണ്ടാക്കാനുള്ള സാവകാശവും ഹെൽത്ത് കാർഡ്, കുടിവെള്ള പരിശോധനാ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ഹാജരാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം കണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് മേലാറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ രാത്രികാല കടകളിൽ ഒരു പരിശോധനയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഈ പരിശോധനയിൽ 3 കടകൾ പൂട്ടിയിട്ടുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന 3 കടകൾ പൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രേഖകളില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് ആ രേഖകൾ ഉണ്ടാക്കാനുള്ള സാവകാശം ഹെൽത്ത് കാർഡ്, അതുപോലെ കുടിവെള്ള പരിശോധന സർട്ടിഫിക്കറ്റുകൾ ഒക്കെ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഹാജരാക്കുന്നവർക്ക് അവർക്ക് ആ കടകൾ തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. മറ്റു കടകളിലും പരിശോധന തുടരുന്നതാണ്. അതുപോലെ തന്നെ കുടിവെള്ളത്തിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് മഞ്ഞപ്പിത്തം പകരുന്നത്. തണുത്ത വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, തണുത്ത വെള്ളം കഴിയുന്നതും ഒഴിവാക്കുക, ഭക്ഷണത്തിന് മുൻപ് കൈകൾ കഴുകുക, ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ കഴുകുക എന്നീ ശീലങ്ങൾ ഉറപ്പുവരുത്തുക, പരിസര ശുചിത്വം, മാലിന്യ സംസ്കരണം ഒക്കെ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ മഞ്ഞപ്പിത്തം തടയുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് വി റാഫേൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആശാനന്ദ്, അനൂപ്, പ്രിയ, ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് അമൽ എന്നിവർ നേതൃത്വം നൽകി. തിരുവേഗപ്പുറ പാലത്തിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച രാത്രി മുതൽ ബസ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ബൈക്ക്, ഓട്ടോറിക്ഷ, കാർ തുടങ്ങിയ വാഹനങ്ങൾ മാത്രമാണ് പാലത്തിലൂടെ കടത്തിവിടുകയുള്ളൂ. പാലത്തിന്റെ തകർച്ച പരിഹരിക്കൽ വേഗത്തിലാക്കാനും തിരുവേഗപ്പുറയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനമായി. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടത്. ജോയിന്റ് സ്പാനുകളുടെ തകർച്ചയാണ് വിള്ളൽ രൂപപ്പെടാൻ കാരണമെന്നാണ് പരിശോധനയിൽ വ്യക്തമായത്. ഇതോടെ പാലത്തിൽ ചരക്കു ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയുമായിരുന്നു. എന്നാൽ ശനിയാഴ്ച തിരുവേഗപ്പുറയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് മുഴുവൻ ഹെവി വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. രാത്രി മുതൽ ബസ് ഉൾപ്പെടെയുള്ള മുഴുവൻ വലിയ വാഹനങ്ങൾക്കും പാലത്തിൽ നിരോധനം ഏർപ്പെടുത്തി. ബൈക്ക്, കാറ്, ഓട്ടോറിക്ഷ എന്നിവ കടത്തിവിടും. പാലത്തിന്റെ തകർച്ച പരിഹരിക്കാനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. പാലത്തിൽ ഹൈവേ റിസർച്ച് ടീം വിശദ പരിശോധന നടത്തും. തുടർന്ന് മറ്റ് നടപടികൾ സ്വീകരിക്കും. ജനപ്രതിനിധികൾ, പൊതുമരാമത്ത് വകുപ്പ്, പാലം, റോഡ് വിഭാഗം ഉദ്യോഗസ്ഥർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, റവന്യൂ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരുടെ യോഗത്തിലായിരുന്നു തീരുമാനം. ബസ്സുകൾ തിരുവേഗപ്പുറ അമ്പലനട വരെയും മലപ്പുറം ജില്ലയിലെ കൊടുമുടി ഭാഗത്തെ ലിലീസ് ഓഡിറ്റോറിയം വരെയും സർവീസ് നടത്തും. ഇരുഭാഗങ്ങളിലുമായി കൊപ്പം വളാഞ്ചേരി പോലീസും നിയന്ത്രിക്കാനുണ്ടാകും. അനധികൃത ടാക്സി ഓട്ടങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ബഹുമാന്യരായ MLA-മാരെ ഉപയോഗപ്പെടുത്തി ഏറ്റവും വേഗത്തിൽ നമ്മുടെ തിരുവേഗപ്പുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാം. പാരലലായിട്ട് തന്നെ പുതിയ പാലത്തിന് ഇന്നത്തെ യോഗത്തിന്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തി നമ്മളുടെ സർക്കാരിലേക്കും MLA-മാർ വഴിയൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ PWD പാലം വിഭാഗം ചെയ്യേണ്ടതാണ്. 2 ഭാഗത്തും നിലവിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഹൈറ്റ് കൂടി കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് അപകടം വരാതിരിക്കുന്നതിന് വേണ്ടി ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും PWD വിഭാഗം ചെയ്യേണ്ടതാണ്. അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്യാം. DO തലത്തില് 2 ജില്ലയിലെയും DO തലത്തിലേക്ക് നമുക്ക് കത്ത് കൊടുത്ത് സ്കൂളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യാം. കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും 2 ആളുകളെ മിനിമം എല്ലാ സമയത്തും ഇവിടത്തേക്ക്
ഡ്യൂട്ടിക്ക് നിയോഗിച്ച് കൊടുമുടിയിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരുവേഗപ്പുറയിൽ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും മുഴുവൻ സമയവും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ. മണ്ണാർക്കാട് കുന്തിപ്പുഴ ഭാഗത്തെ ഹോട്ടൽ വാർഷികത്തിന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് സൃഷ്ടിച്ച സംഭവത്തിൽ താലൂക്ക് വികസന സമിതിയിൽ വീണ്ടും പോലീസിന് രൂക്ഷ വിമർശനം. സംഭവം നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് കേസെടുക്കാത്തത് നഗരസഭയിലെ ഉന്നതന്റെ ബന്ധുവിന്റെ ഹോട്ടലായതിനാലാണെന്ന് CPI അംഗം AK അസീസ് ആരോപിച്ചു. പരിശോധിക്കുന്നുണ്ട് എന്ന് ഇതിനകത്ത് മുൻപ് പറഞ്ഞിട്ടുള്ളത്. കലക്ടറുടെ ലെറ്റർ വന്നൊന്നല്ല, താലൂക്ക് സഭയിൽ നിന്ന് കലക്ടർക്ക് കൊടുത്ത ലെറ്റർ കൂടി അവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ കലക്ടർ ലെറ്റർ തന്നു എന്നല്ല സൂചിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ SHO വന്ന് ചാർജിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ചതിന് ശേഷം നടപടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ സമയം കഴിഞ്ഞിട്ട് കുറേ ആയി. കാരണം 1-2 മാസമല്ല സാധാരണ. ഇപ്പൊ ഞാൻ നേരത്തെ ഉദാഹരണം പാവപ്പെട്ട വണ്ടി റോഡിൽ നിർത്തി ഞങ്ങള് ക്യാമറ വെച്ചിങ്ങനെ ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് പറയാനുള്ള അവസരമാണിത്. ജനപ്രതിനിധി എന്നുള്ള ബേസിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ, ജനങ്ങൾ പുറത്ത് പറയുമ്പോൾ ഞങ്ങളോട് പറയാം നിങ്ങളൊക്കെ എന്തിനതിന്റെ പിന്നാലെ നടക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം ഇതാരും. സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസറെ പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയിൽ വൻ ജനക്കൂട്ടമാണ് കൂടിയത്. ഇത്തരമൊരു പരിപാടി നടത്താൻ പോലീസിന്റെ അനുമതി വാങ്ങിയിരുന്നില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ മണിക്കൂറുകളോളമാണ് ദേശീയപാതയിലെ കുരുക്കിൽ കുടുങ്ങിയത്. കഴിഞ്ഞ സഭകളിലെല്ലാം ഇക്കാര്യം ചർച്ച ചെയ്യുകയും കഴിഞ്ഞ സഭയിൽ കലക്ടർക്ക് കത്ത് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. കലക്ടറുടെ കത്ത് ലഭിച്ചെന്നും അന്വേഷിച്ച് നടപടി സ്വീകരിക്കാമെന്നും പോലീസ് പ്രതിനിധി അറിയിച്ചതോടെയാണ് അംഗങ്ങൾ രോഷാകുലരായത്. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ റോഡ് സൈഡിൽ വാഹനം നിർത്തിയാൽ കേസെടുക്കുന്ന പോലീസ് എന്തുകൊണ്ട് ഈ സ്ഥാപനത്തിനെതിരെ കേസെടുക്കുന്നില്ലെന്ന് ജനതാദൾ അംഗം പൊറ്റശ്ശേരി ബാലൻ ചോദിച്ചു. ഉന്നതർ പോലീസിനെ സ്വാധീനിച്ചോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയരുതെന്നും ബാലൻ പറഞ്ഞു. ദിവസം നിങ്ങൾ ക്യാമറ ഘടിപ്പിച്ച വണ്ടി വന്നിട്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. അത് ഇപ്പോഴും വളരെ ദിവസം എന്ന് പറഞ്ഞ മാതിരി അത് വേണം. ഗതാഗതം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. പോലീസ് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അതേ സ്ഥാനത്ത് സാധാരണക്കാരനായ പാവപ്പെട്ട ഒരാളൊരു വണ്ടി നിർത്തിയിട്ട് ഒരു കടയുടെ മുമ്പ് പോയിട്ട് ഒരു സാധനം വാങ്ങിച്ച് തിരിച്ചു വരാൻ പറ്റില്ല. 1/4 മീറ്റർ 1 മീറ്ററോളം റോഡിലാണ് ഇതിൽ വരുന്നത്. അതിന് നിങ്ങൾ കേസ് വളരെ യാതൊരു മടിയും കൂടാതെ ക്യാമറയിൽ വെച്ച് കേസ് ചെയ്യാതെ അവർക്ക് ഫൈനും ഇത് ഈടാക്കും. ഇത് വൻകിടക്കാരോ അല്ലെങ്കിൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു പക്ഷേ നിങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ കഴിവുള്ള ഉന്നതന്മാരുടെ സമ്മർദ്ദം കൊണ്ടാണോ എന്ന്. കാരണം അന്ന് പറഞ്ഞത് 2 മാസം മുമ്പത്തെ ഇവിടെ പോലീസ് പ്രതിനിധി പറഞ്ഞത് കാരണം കേസ് ചാർജ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. സാറിപ്പോൾ പറയണു കലക്ടറുടെ കയ്യിൽ നിന്ന് ലെറ്റർ വന്നത് കലക്ടർക്ക് ഈ താലൂക്ക് സഭ കൊടുത്ത കത്താണ്. രാഷ്ട്രീയ പാർട്ടികൾ നഗരത്തിൽ കൊടി സ്ഥാപിച്ചാൽ കേസെടുക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ഉന്നതന്റെ ബന്ധുവിന്റെ സ്ഥാപനം ഇത്ര വലിയ നിയമലംഘനം നടത്തിയിട്ടും കേസെടുക്കാത്തത് അംഗീകരിക്കാനാവില്ലെന്ന് CPI അംഗം AK അസീസ് പറഞ്ഞു. ഇപ്പോൾ മണ്ണാർക്കാട് ടൗണിൽ നമ്മൾ അത്രയും വലിയ രൂക്ഷമായ ബ്ലോക്കുകളൊന്നും രാഷ്ട്രീയ പാർട്ടികൾ ആരും ഉണ്ടാക്കുന്നില്ല എന്നാണ് എനിക്ക് വിശ്വാസം. പക്ഷേ മണ്ണാർക്കാട് മുനിസിപ്പൽ സെക്രട്ടറി ഞങ്ങളുടെ ഏത് പാർട്ടിയും ഏത് രാഷ്ട്രീയ പാർട്ടിയും ഒരു കൊടി ആ ഡിവൈഡറിൽ എന്താ സ്റ്റാൻഡ് ഉണ്ടല്ലോ, എന്താ പറയുക, അതന്നെ ആ സംഭവം, അതിൻ്റെ മുകളിൽ ഒരു 10 കൊടി കെട്ടിയാൽ അപ്പോൾ വണ്ടി എടുത്ത് വന്നു. ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളോടല്ല പല രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞു, ഒരു കൊടി കെട്ടിയാൽ മുനിസിപ്പൽ സെക്രട്ടറി ആ കൊടിക്ക് 5000 രൂപ ഫൈൻ. അതേ സ്ഥാനത്ത് ഞാൻ കക്ഷിയുടെ പേരിലൂടെ പറയുന്നില്ല, മുനിസിപ്പാലിറ്റി ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ സ്വന്തക്കാരൻ്റെ സംഭവമാകൊണ്ട് അവിടെ എന്തും ചെയ്യാം എന്നുള്ളൊരു ആക്ഷേപം പൊതുജനങ്ങളുടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പല താലൂക്ക് സഭയിലും ആ ഒരു ബ്ലോക്ക് കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മണിക്കൂർ കണക്കിലാണ്, 1-2 മണിക്കൂറല്ല. അന്ന് എനിക്ക് എൻ്റെ അനുഭവമുണ്ട്. നമ്മുടെ ഈ വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന് തൊട്ടടുത്താണ് MES കല്ലടി കോളേജ്, MES ഹയർ സെക്കൻഡറി, കല്ലടി ഹൈസ്കൂള്, ഇത്രയും സ്ഥാപനങ്ങൾ. ആ കുട്ടികൾ രാത്രി വണ്ടി കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി സഹായം വേണമെന്ന ആവശ്യം. ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവിയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടത്. നിലവിൽ സൗജന്യമായാണ് ഡയാലിസിസ് കേന്ദ്രത്തിൽ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തു നൽകുന്നത്. നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 85 ലക്ഷം രൂപ അനുവദിച്ചാണ് എല്ലാ വർഷവും രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകുന്നത്. ഒപ്പം ഇൻഷുറൻസ് പദ്ധതികളിൽ നിന്നുള്ള തുകയും വിനിയോഗിക്കുന്നുണ്ട്. ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് 2 യന്ത്രങ്ങൾ കൂടി എത്തുന്നുണ്ട്. ഇതോടെ കാത്തിരിപ്പ് പട്ടികയിലുള്ള കുറച്ചു പേർക്ക് കൂടി ഡയാലിസിസ് ചെയ്ത് നൽകാനാകും.
താലൂക്കിലെ എല്ലാ സ്ഥാപനങ്ങളിലുള്ള രോഗികൾക്കും ഡയാലിസിസ് ചെയ്തു നൽകുന്നുണ്ട്. താലൂക്കിലുള്ളവർക്ക് പ്രഥമ പരിഗണന നൽകിയ ശേഷമാണ് പുറത്തുള്ളവരെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിക്കാനാകും. അത് പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാൻ സഹായകമാകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇത് പഞ്ചായത്തുകൾക്ക് പരിഗണിക്കാവുന്നതാണെന്ന് അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മിയും പറഞ്ഞു. ഒരു ദിവസം 60ഓളം പേർക്കാണ് നിലവിൽ ഡയാലിസിസ് കേന്ദ്രത്തിൽ ഡയാലിസിസ് ചെയ്തു നൽകുന്നത്. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ പലയിടത്തും മരത്തിൽ വവ്വാലുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥിതിയുണ്ട്. നിപ ഭീതിയുടെ കാലത്ത് ഇവയെ നീക്കാനുള്ള നടപടി ഉണ്ടാവണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. തഹസിൽദാർ CM അബ്ദുൾ മജീദ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികളുടെ അഭാവത്തിൽ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. പട്ടാമ്പി നഗരസഭയിൽ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ സംയുക്ത പരിശോധന നടത്താൻ യോഗത്തിൽ നിർദ്ദേശമുയർന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് ഇത്തവണ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. നിലവിലെ തദ്ദേശ സാരഥികൾക്ക് പങ്കെടുക്കാവുന്ന അവസാന യോഗം കൂടിയായിരുന്നു ഇത്. എന്നാൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സന്റെ സാന്നിധ്യമൊഴികെ താലൂക്കിലെ ഒരു ജനപ്രതിനിധികളും യോഗത്തിൽ എത്തിയില്ല. യോഗം തുടങ്ങിയ വേളയിൽ തന്നെ അസൗകര്യമറിയിച്ച് ചെയർപേഴ്സൺ ഇറങ്ങിയതോടെ ഉദ്യോഗസ്ഥരുടെ യോഗമായി താലൂക്ക് വികസന സമിതി മാറി. പട്ടാമ്പിയിലെ അതിഥി ക്യാമ്പുകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഭാരതപ്പുഴയിലേക്ക് തള്ളുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും സംയുക്ത പരിശോധന ഉടൻ നടത്താമെന്നും യോഗത്തിൽ തഹസിൽദാർ TP കിഷോർ അറിയിച്ചു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതുമായി ഉണ്ടാവുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി മേലെ പട്ടാമ്പി മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ അടുത്ത ആഴ്ച തുടങ്ങുമെന്നും കുടിവെള്ള പൈപ്പുകളുടെ പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചതായും ഉദ്യോഗസ്ഥർ യോഗത്തിൽ വ്യക്തമാക്കി. തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. ജനപ്രതിനിധികളുടെ അഭാവത്തിൽ കാര്യമായ ചർച്ചകളൊന്നും നടത്താതെയാണ് യോഗം പിരിഞ്ഞത്. രീതിയിലല്ല അവർക്ക് അത് താമസിച്ചാലും അവർക്കുള്ള സൗകര്യങ്ങൾ കൊടുത്തത്. ഒരു ഷെഡിൽ തന്നെ 4 ആൾ താമസിക്കാൻ പറ്റുന്ന സ്ഥലമല്ല, ഒരു 10 സ്ക്വയർ മീറ്റർ സ്ഥലത്തൊക്കെ അത് 15 ആൾക്കാർ താമസിക്കുന്ന രീതിയിലും അവർക്ക് വേണ്ടത്ര സൗകര്യവും മറ്റ് വാഷ്റൂമും ബാത്റൂമും ഒരു സൗകര്യമില്ലാത്ത രീതിയിലാണ് താമസിക്കുന്നത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞ കുറച്ച് മുന്നേ ഇതിനെതിരെ ടാങ്ക് കമ്പനി തുറന്നിട്ട് ഭാരതപ്പുഴയ്ക്ക് വിടുന്ന ഒരവസ്ഥയുണ്ടായി. പലതും മോട്ടോർ ഉപയോഗിച്ച് കയറ്റിക്കൊണ്ട് അതിൻ്റെ പുറമെ നേരിട്ട് പുഴയിലേക്ക് തുറന്നു വിടുന്ന രീതിയിലും അത് നമുക്ക് വേനൽക്കാലാവുന്ന സമയത്ത് ഈ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ പട്ടാമ്പി ടൗണിൽ ഉപയോഗിക്കുന്നത് മൊത്തം ഇതിൻ്റെ ഭാഗമായിട്ട് പാവർട്ടി വരെയുള്ള കുടിവെള്ളം ഗുരുവായൂരടക്കം ഏരിയയിലൊക്കെ ഉപയോഗിക്കുന്ന ഈ വെള്ളം. അപ്പോൾ അത് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. നമ്മളുടെ മക്കൾക്ക് പരാതി കൊടുത്തിട്ട് നമുക്ക് വേറെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ജോയിൻ്റായിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഒന്ന് കർശനമായിട്ട് തന്നെ നേരിട്ടുള്ള വേണ്ടി വരും. റേഷൻ വ്യാപാരികളുടെ പരിമിതമായ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ മണ്ണാർക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ ധർണ ഉദ്ഘാടനം ചെയ്തു. പുതുക്കിയില്ല സർക്കാരെ, അവഗണന്റെ സർക്കാരെ, ഭരണക്കാരോടെതിരല്ല, പ്രതിപക്ഷത്തോടെതിരല്ല, ആരോടും പക ഞങ്ങൾക്കില്ല, ആരെയും അട്ടിമറിക്കാനല്ല. കൂലികൾ പലതും കൂടുമ്പോൾ, വിലകൾ പലതും വർദ്ധിക്കുമ്പോൾ 7 വർഷം മുമ്പ് നടപ്പാക്കിയ വേതന പാക്കേജ് അടിയന്തരമായി പരിഷ്കരിക്കുക, 70 വയസ്സ് കഴിഞ്ഞവരെ ഒരു ആനുകൂല്യവും നൽകാതെ പിരിച്ചുവിടുന്നത് പുനഃപരിശോധിക്കുക, KTPDS ക്ഷേമനിധി ഭേദഗതികൾ ചർച്ച ചെയ്ത് അംഗീകരിക്കുക, സെയിൽസ്മാൻ ജോലിക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരികളുടെ നിവൃത്തികേടാണ് അവരെ സമരത്തിലേക്ക് നയിക്കുന്നതെന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെന്ന് ചെയർമാൻ പറഞ്ഞു. അവർ ഈ ഒരു സമരം കൊണ്ട് മുന്നോട്ട് വരുന്നത് അവരുടെ നിവൃത്തികേട് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സർക്കാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇവിടെ സുന്ദര സൂചിപ്പിച്ചു, 2018 e-POS മെഷീൻ വന്നപ്പോൾ 7 മാസം കൊണ്ട് നിങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള എത്രയാണോ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കമ്മീഷനും മറ്റുള്ള ആനുകൂല്യങ്ങളും കൃത്യമായി കൊണ്ട് ലഭിക്കുമെന്നുള്ള ആ ഒരു കാര്യം സർക്കാർ തന്ന ഉറപ്പ്
7 വർഷം കഴിഞ്ഞിട്ടും അത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഇത്തരം സമരമല്ലാതെ എന്താണ് മാർഗം? നമുക്കറിയാം, ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും ഇന്ത്യയുടെ തന്നെ നമുക്കറിയാം, റേഷൻ പാവപ്പെട്ട ആളുകൾക്ക് BPL തിരിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ അരികിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്ന ഏത് രീതിയിലാണ്? റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് വി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വി അജിത് കുമാർ, സെക്രട്ടറി CJ രമേശ്, ഹംസ പാലോട്, VK ഷാജഹാൻ, അബ്ദുൾ റഷീദ്, സ്വാലിഹ്, ഹംസ കുരിക്കൽ എന്നിവർ പ്രസംഗിച്ചു. സർവീസ് പെൻഷൻകാർക്ക് 2024 ജൂലൈ 1 മുതൽ ലഭിക്കേണ്ട പെൻഷൻ പരിഷ്കരണം അനിശ്ചിതമായി നീട്ടിവെക്കാൻ അനുവദിക്കില്ലെന്ന് KSSPA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ. ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിഷേധമായി ഒരു സമര പരിപാടി നടപ്പാക്കേണ്ടി വന്നത് നീണ്ട 5 കൊല്ലക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സർവീസ് പെൻഷൻകാരോട് തുടർച്ചയായി കാണിക്കുന്ന അവഗണന മൂലം യാതൊരു ഗതിയും ഗത്യന്തരവുമില്ലാതെ ജനാധിപത്യപരമായ ഒരു സമരം നമ്മൾ നടത്താൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ദിവസത്തിൽ സമരം നടത്തുന്നതിന് സർവീസ് പെൻഷൻകാർക്ക് വിഷമുണ്ട്. എന്നാൽ അതല്ലാതെ കാര്യങ്ങൾ പറയാൻ മറ്റു പലരും മടിക്കുമ്പോ സർവീസ് പെൻഷൻകാരുടെ കാര്യങ്ങൾ പറയാൻ, ആവശ്യങ്ങൾ പറയാൻ, ആനുകൂല്യങ്ങൾ പറയാൻ K മോഹൻകുമാർ അധ്യക്ഷനായി. VD മണികണ്ഠൻ, K രാമകൃഷ്ണൻ, ഓമന ഉണ്ണി, P ഗിരീശൻ, VN കൃഷ്ണൻ, ഭാസ്കരൻ ചിങ്ങനഴി, U കുഞ്ഞൈമു, V ഉണ്ണികൃഷ്ണൻ, V മുരളീധരൻ, K ശിവദാസൻ, K ബാലകൃഷ്ണൻ, A ജ്ഞാനാംബിക, S മായ, PK അബ്ദു, O ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. പഞ്ചായത്തിന് മുമ്പിൽ നിന്നും ആരംഭിച്ച് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഓഡിറ്റോറിയം വരെ വന്ന് തിരിച്ച പഞ്ചായത്ത് വരെയും പ്രതിഷേധ പ്രകടനം നടന്നു. ഒരു ചെറിയ ഇടവേള. വാർത്തകൾ തുടരുന്നു. 4 ദിവസങ്ങളിലായി ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന ചെർപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ HSS ശ്രീകൃഷ്ണപുരവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ GHSS ചെർപ്പളശ്ശേരിയും ജേതാക്കളായി. സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. 1ാം സ്ഥാനം GHSS ചെർപ്പളശ്ശേരി. GHSS ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി അഗ്രഗ്രേഡ് ഫസ്റ്റ്. ഈ കലോത്സവം GHSS ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ HSS ശ്രീകൃഷ്ണപുരം. UP, HS, 3 വിഭാഗങ്ങളിലും കലാകിരീടം സ്വന്തമാക്കിയ HSS ശ്രീകൃഷ്ണപുരത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 4 നാൾ ചെർപ്പളശ്ശേരിയെ നവരസങ്ങളിൽ ആറാടിച്ച ചെർപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലാമാമാങ്കത്തിന് കൊടിയിറങ്ങി. മേള സമാപിച്ചപ്പോൾ ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ 270 പോയിന്റ് നേടി ശ്രീകൃഷ്ണപുരം HSS ജേതാക്കളായി. 254 പോയിന്റ് നേടിയ HS കടമ്പഴിപ്പുറമാണ് രണ്ടാമത്.
245 പോയിന്റോടെ GHSS ചെർപ്പളശ്ശേരി മൂന്നാമതെത്തി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 291 പോയിന്റോടെ ആതിഥേയരായ GHSS ചെർപ്പളശ്ശേരി കലാകിരീടം ചൂടി. 283 പോയിന്റ് നേടിയ ശ്രീകൃഷ്ണപുരം HSS ആണ് രണ്ടാമത്. 254 പോയിന്റോടെ AKNMM AMHSS കാട്ടുകുളം മൂന്നാമതെത്തി. UP വിഭാഗത്തിൽ 80 പോയിന്റുമായി AUPS പൊമ്പ്ര, NNNMM UPS കാർലമണ്ണ എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു. 78 പോയിന്റ് നേടിയ SVA UPS കുലിക്കിളിയാട്, AUPS ശ്രീകൃഷ്ണപുരം, HSS ശ്രീകൃഷ്ണപുരം എന്നീ സ്കൂളുകൾക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചു. LP വിഭാഗത്തിൽ 65 പോയിന്റുമായി ALPS പെരുമാങ്ങോട്, ALPS മാങ്ങോട്, GLPS എളമ്പുലാശ്ശേരി, AUPS കുറ്റാനിശ്ശേരി എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു. 63 പോയിന്റ് നേടിയ AUPS അടയ്ക്കാപുത്തൂർ, ADLPS ചെർപ്പളശ്ശേരി, ALPS ഉമ്മനഴി, NNNMM UPS കാർലമണ്ണ എന്നീ സ്കൂളുകൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികൾക്ക് സമാപന സമ്മേളനത്തിൽ വെച്ച് ട്രോഫികൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ C. കമലം അധ്യക്ഷയായി. ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ VP ഷമീജ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ VT സാദിഖ് ഹുസൈൻ, മറ്റ് ഭാരവാഹികളായ KM ഇസാഖ്, KT പ്രമീള, മിനി ടീച്ചർ, വീരാനേറത്ത്, സൗമ്യ, അനീസ, സഫ്ന പാറയ്ക്കൽ, വിഷ്ണു, N. സുകുമാരൻ, റഹീം, സുബേഷ്, സിദ്ദിഖ് പറക്കാടൻ, TP ജയകുമാർ, ഷീജ സുഭാഷ്, AO E. രാജൻ, P. അബ്ദുൽ സലീം തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് ട്രോഫികളും സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൻ്റെ അവസാന ദിനവും ആവേശകരമായ മത്സരങ്ങളാണ് നടന്നത്. മാർഗംകളി, തിരുവാതിരക്കളി തുടങ്ങിയ മത്സരങ്ങൾ അവസാന ദിനം കളറാക്കി. 4 നാൾ നീണ്ടുനിന്ന ചെർപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ അവസാന ദിനത്തിലും ആവേശം പകർന്നത് നൃത്ത മത്സരങ്ങൾ തന്നെ. തിരുവാതിരക്കളി, മാർഗംകളി തുടങ്ങിയ മത്സരങ്ങൾ കേരളപ്പിറവി ദിനം കളറാക്കി. വിഷമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ വിധി പോലെ വാതാവൃത്തമൃതത്തെ ും അതിനായി കാട്ടിലടച്ചും മന്ദമായി ചേർത്തു പിടിച്ചു ചേർക്കാനൊരു മാർഗമെനിക്ക് ഗാനാർച്ചനാഖിലം ശംഭോദേവ ശംഭോദേവ ശിവ പേരൂരമരും സംഘഗാനം, ചവിട്ടുനാടകം, മിമിക്രി, തായമ്പക, ചെണ്ടമേളം തുടങ്ങിയ മത്സരങ്ങളും അവസാന ദിനത്തിൽ നടന്നു. പെട്ടെന്നാണ് ഒരു ഹെലികോപ്റ്റർ പാസ് ചെയ്തു പോയത്. ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോഴാണ് ഒരു കാർ ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോയത്.
ലാസ്യ താള മേളലയങ്ങൾ തീർത്ത 4 ദിനരാത്രങ്ങൾ ചെർപ്പളശ്ശേരിക്ക് സമ്മാനിച്ചാണ് കൗമാര കലാമേളയ്ക്ക് തിരശ്ശീല വീണത്. മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവം തുടങ്ങി. മണ്ണാർക്കാട് KTM ഹൈസ്കൂൾ, ALP സ്കൂൾ, മണ്ണാർക്കാട് GM UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. ആദ്യ ദിവസമായ ശനിയാഴ്ച രചനകൾ ഉൾപ്പെടെ 27 വേദികളിലാണ് മത്സരം നടന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ 13 വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. തമിഴ്, ഉറുദു കലോത്സവങ്ങളും ഇതോടൊപ്പം നടത്തും. ഗോത്രകലകൾ ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ മത്സരാർത്ഥികളുണ്ട്. മേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും കൂടെ വരുന്ന അധ്യാപകർക്കും ഭക്ഷണം ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് AEO പറഞ്ഞു. ജില്ലാ കലോത്സവം നവംബർ 1, 3, 4, 5 തീയതികളിൽ മണ്ണാർക്കാട് KTM ഹൈസ്കൂളിലും GM UP സ്കൂളിലും ALP സ്കൂളിലും വെച്ച് നടക്കുകയാണ്. 6000-ലധികം പ്രതിഭകൾ 4 ദിവസത്തെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇന്ന് 27 വേദികളും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ 13 വേദികളിലാണ് പരിപാടികൾ നടക്കുന്നത്. വിപുലമായ സൗകര്യങ്ങളാണ് നമ്മുടെ കലോത്സവത്തിന് വേണ്ടി ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള കമ്മിറ്റികൾ, രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ പ്രോഗ്രാം, ഫുഡ്, അക്കോമഡേഷൻ, വെൽഫെയർ ഉൾപ്പെടെ ഒരുപാട്, അതുപോലെ ഡിസിപ്ലിൻ ഉൾപ്പെടെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാലയവും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്തിട്ടുണ്ട്. വിപുലമായ ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങളാണ് ഇന്ന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. AEO C അബൂബക്കർ പതാക ഉയർത്തി. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് N ഷംസുദ്ദീൻ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ അധ്യക്ഷത വഹിക്കും. പെരിന്തൽമണ്ണ സബ് ജില്ലാ സ്കൂൾ കലോത്സവം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച തുടങ്ങും. മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ ശനിയാഴ്ച പൂർത്തിയായി. മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 3 മുതൽ 6 വരെയാണ് പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. 58 LP, 27 UP, 11 ഹൈസ്കൂൾ, 10 ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളരെ വിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. രീതികളൊക്കെ വളരെ നല്ല രീതിയിൽ, അതുപോലെ ഭക്ഷണത്തിൻ്റെ പന്തല്, അതുപോലെ കുട്ടികൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മികച്ച ഒരു ക്രമീകരണം പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും, അതുപോലെ എല്ലാ കമ്മിറ്റികളും അധ്യാപക സംഘടനകളും ഒരുമിച്ച് കൈകോർത്താണ് ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത്. അത് ഒരു മികവുറ്റ രീതിയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടത്താൻ കഴിയുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 17 ഇനങ്ങളാണ് ഉള്ളത്. 18 വേദികൾ ആദ്യത്തെ ദിവസവും, 13 രണ്ടാമത്തെ ദിവസവും, 9 മൂന്നാമത്തെ ദിവസവും, 8 വേദികൾ അവസാനത്തെ ദിവസമായ 6-ാം തീയതി ഉണ്ടാവുന്നത്. നമ്മളെ സ്കൂളിന്റെ ഭാഗത്തു നിന്നായിട്ട് 5 കമ്മിറ്റികളാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ സംഘടനകളാണ്. ഐറ്റംസ് വന്നിട്ട് 217 ഐറ്റംസ് ജനറൽ വരുന്നുണ്ട്. അറബിക് കലോത്സവം, അതായത് ജനറലിലെ അറബിക് കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് 41 ഐറ്റംസ് വരുന്നുണ്ട്. ഉറുദു കലോത്സവത്തിൽ 24 ഐറ്റംസ് വരുന്നുണ്ട്. സംസ്കൃതത്തിൽ 36 ഐറ്റംസ് വരുന്നുണ്ട്. 5 പ്രധാന വേദികൾ ഉൾപ്പെടെ 13 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. 334 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. അറബിക് സാഹിത്യോത്സവവും സംസ്കൃതോത്സവവും ഇതോടൊപ്പം നടത്തും. ആദ്യ ദിവസം രചനാ മത്സരങ്ങളും വിവിധ വാദ്യോപകരണങ്ങളുടെ മത്സരങ്ങളും നടക്കും. 4 രാവിലെ 9:30 MLA നജീബ് കാന്തപുരം കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ സ്കൂൾ ഗോൾഡൻ ജൂബിലിയുടെയും കലോത്സവത്തിൻ്റെയും സൊവനീർ പ്രകാശനം ചെയ്യും. എഴുത്തുകാരൻ ബിജു CP സൊവനീർ ഏറ്റുവാങ്ങും. നഗരസഭാ ചെയർമാൻ P ഷാജി ഉപഹാരം സമർപ്പിക്കും. കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്യും. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞിമൊയ്തു വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞിമൊയ്തു, സ്വാഗത സംഘം ജനറൽ കൺവീനർ വീണ ചന്ദ്രൻ, കൺവീനർ ബിന്ദു PS, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സിബി ചെറിയോത്ത്, PTA പ്രസിഡന്റ് സെയ്ദ് ആലിക്കൽ, ഫിനാൻസ് കമ്മിറ്റി വൈസ് ചെയർമാൻ V അബ്ദുൽ കരീം, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ സത്താർ ആനമങ്ങാട്, വൈസ് ചെയർമാൻ കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിയംകുളം കന്നുകാലി ചന്തയിൽ പൂർത്തിയായ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. P മമ്മിക്കുട്ടി MLA നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2023-2024 ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തിയാണ് കന്നുകാലി ചന്തയിൽ നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയത്. ചന്തയിൽ എത്തുന്നവർക്കുള്ള വിശ്രമ കേന്ദ്രം, 2 ഷെഡ്, കന്നുകാലികളെ ഇറക്കുന്നതിനു വേണ്ട സ്ഥലത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണം, ആൽത്തറ സംരക്ഷണ ഭിത്തി നിർമ്മാണം, യാർഡ് കോൺക്രീറ്റ് എന്നീ പ്രവർത്തനങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാക്കിയിരിക്കുന്നത്. P മമ്മിക്കുട്ടി MLA നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലത്തിനനുസരിച്ചുകൊണ്ട് ചന്തയുടെ ഭൗതികമായ പശ്ചാത്തലങ്ങൾ വർദ്ധിപ്പിക്കാനും വികസിപ്പിക്കാനും ഒക്കെ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ വലിയ ബിസിനസ് നടക്കുന്ന കാലിച്ചന്തയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ, കച്ചവടക്കാർ ഉൾപ്പെടെയായിട്ട് വരുന്ന ഒരു ചന്തയാണ് വാണിയംകുളം. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സി സൂരജ്, പി ഹരിദാസ്, വാർഡ് മെമ്പർമാരായ ഇ പി രഞ്ജിത്ത്, മഞ്ജിമ, വി പി സിന്ധു, കെൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ഇ പി ഗോപാലനെ കൊപ്പം മണ്ണേങ്കോട് അനുസ്മരിച്ചു. ഇ പിയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് ഇ പിയുടെ മാവിൻ ചുവട്ടിൽ സ്നേഹ സംഗമവും ഒരുക്കി. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും പട്ടാമ്പിയിലെ പ്രഥമ നിയമസഭാ സാമാജികനുമായിരുന്ന ഇ പി ഗോപാലന്റെ 24ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കൊപ്പം മണ്ണേങ്കോട് അനുസ്മരണ പരിപാടികൾ നടത്തിയത്. രാവിലെ ഇ പിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. മുൻ മന്ത്രി കെ ഇ ഇസ്മായിലാണ് ആദ്യം ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തിയത്. അനുസ്മരണ പരിപാടികൾക്ക് നിൽക്കാതെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. പിന്നീട് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളും സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഇ പിയുടെ മാവിൻ ചുവട്ടിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഇ പിയെ അറിയുന്നവരും ഇ പിക്കൊപ്പം കർമ്മപഥത്തിലുണ്ടായിരുന്നവരും അനുസ്മരണ സ്നേഹ സംഗമത്തിൽ പങ്കെടുത്തു. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പ്രകാശ് ബാബു സംഗമം ഉദ്ഘാടനം ചെയ്തു. ധീരനായ ജനകീയ പോരാളിയായിരുന്നു ഇ പി എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അനുസ്മരിച്ചു. ഇ പിയുടെ പേര് പറയുമ്പോൾ തന്നെ കൃഷകാത്രനായ ഒരു ജുബയുമിട്ട് സാമാന്യം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കുറച്ചുകൂടി നീളമുള്ള കാതുകളോട് കൂടിയ, ആരുടെയും ആദരവ് അറിയാതെ പിടിച്ചു പറ്റുന്ന ഇ പി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മുഖം എപ്പോഴും മുന്നിൽ തിരയാറുണ്ട്. വളരെ ഷാർപ്പായി മൂർച്ചയോടുകൂടി ഇ പി വർത്തമാനം പറയുന്നതല്ല. കിസാൻ സഭ എന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിൽ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ പങ്കെടുക്കുന്നത് ഞാൻ എടുക്കുന്നു. പ്രൊഫസർ കെ സി അരുണ അധ്യക്ഷയായി. കെ പി സുരേഷ് രാജ്, എം എൻ കരുണാകരൻ, വി ചാമുണ്ടി, ടി ഗോപാലകൃഷ്ണൻ, മുൻ MLA CP മുഹമ്മദ്, കെ ഷാജഹാൻ, ഒ കെ സൈദലവി, സുബൈദ ഇസാക്ക്, CP ചിത്ര ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. താഴേക്കോട് കാപ്പുമുഖം GLP സ്കൂളിന് നജീബ് കാന്തപുരം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പുതിയ കെട്ടിടം നിർമ്മിക്കും. പ്രവൃത്തികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിട പ്രവൃത്തികളുടെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. ഒരു ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിടുക്കരായ അധ്യാപകരാണ് നമുക്കുള്ളത്. അപ്പൊ അവർക്ക് നന്നായി കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പശ്ചാത്തല സൗകര്യമില്ലാത്തതിന്റെ പേരിൽ മാത്രം അവർക്ക് സൗകര്യപ്രദമായ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിപ്പിക്കാനുള്ള സൗകര്യം നഷ്ടപ്പെടുന്നതിന്റെ പേരിൽ മാത്രം നമ്മുടെ ഈ നാട്ടിൻപുറത്തെ കുട്ടികൾക്ക് അവർക്ക് അവകാശപ്പെട്ട ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭ്യമാകാതിരിക്കരുത് എന്ന നിർബന്ധമാണ് ഈ തുക അനുവദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രബീന ഹബീബ്, PTA പ്രസിഡന്റ് അനിൽ പ്രസാദ്, മുൻ പ്രസിഡന്റ് KK ഷിഹാബ്, PTA വൈസ് പ്രസിഡന്റ് സാദിഖ് കാപ്പുമുഖം, ഷാലിമാർ ഷൗക്കത്തലി, MT അഫ്സൽ, TK ബാബു, KP ജുമൈല, P സന്തോഷ്, TK ബാബു, പ്രധാനാധ്യാപകൻ സതീഷ് കുമാർ, പെരിന്തൽമണ്ണ BPC സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമ്മിനിക്കാട് PTM UP സ്കൂളിലെ ചെറുകഥാകൃത്ത് 7ാം ക്ലാസ് വിദ്യാർത്ഥി ഷിഫ ഫാത്തിമയെ കാപ്പുമുഖം ഗ്ലോബൽ KMCC ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. മഴ മാറി വെയിൽ വന്നതോടെ മലയോര ഹൈവേ പ്രവൃത്തി നടക്കുന്ന ഭാഗങ്ങളിൽ പൊടിശല്യം രൂക്ഷം. എന്നാൽ നിലമൊരുക്കുന്നതിൻ്റെ ഭാഗമായി വെള്ളം തെളിക്കുന്നത് പൊടിശല്യത്തിന് തെല്ലൊരാശ്വാസമാണ്. ടാറിങ്ങിനായി നിലമൊരുക്കുന്ന ഭാഗങ്ങളായ കൂട്ടോപ്പാടം, ഭീമനാട് ഭാഗങ്ങളിലാണ് പൊടി ഉയരുന്നത്. വലിയ വാഹനങ്ങൾ കടന്നുപോയാൽ മുന്നിലുള്ളതൊന്നും കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. നിലമൊരുക്കുന്നതിൻ്റെ ഭാഗമായി ഇടവേളകളിൽ വെള്ളം തളിക്കുമ്പോൾ മാത്രമാണ് തെല്ലൊരാശ്വാസം. എന്നാൽ കനത്ത വെയിലും തുടർച്ചയായി വാഹനങ്ങളും പോകുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ റോഡ് ഉണങ്ങി വീണ്ടും പൊടി പറക്കാൻ തുടങ്ങും. പൊടിശല്യം മൂലം ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്നത് കോട്ടപ്പാടം ടൗണിലെ ഓട്ടോ തൊഴിലാളികളാണ്. നിലവിൽ അലനല്ലൂർ കാട്ടുകുളം ഭാഗത്ത് റോഡ് പൊളിച്ച് നിലമൊരുക്കലും
പാലക്കാട് ഭാഗത്ത് അഴുക്കുചാൽ നിർമ്മാണവുമാണ് നടക്കുന്നത്. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സൗജന്യ വൃക്ക മാറ്റിവെക്കൽ പദ്ധതി തുടങ്ങി. 10 പേർക്ക് സൗജന്യമായും 50 പേർക്ക് കുറഞ്ഞ നിരക്കിലും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നതാണ് പദ്ധതി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പദ്ധതിയുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും നിർവഹിച്ചു. ആതുര ശുശ്രൂഷ സേവന രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ 35ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധങ്ങളായ സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ഇതിൻ്റെ ഭാഗമായി പാവപ്പെട്ട അർഹരായ രോഗികൾക്ക് സൗജന്യമായും തിരഞ്ഞെടുക്കപ്പെട്ട അർഹരായ രോഗികൾക്ക് കുറഞ്ഞ നിരക്കിലും വൃക്കമാറ്റിവെക്കൽ സർജറി ചെയ്തു കൊടുക്കും. പുനർജനി എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കിംസ് അൽഷിഫയിൽ തുടക്കം കുറിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുനർജനി പദ്ധതിയുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും നിർവഹിച്ചു. പുതിയ കാലഘട്ടത്തിലേറെ അനിവാര്യമായിട്ടുള്ള സംഗതികളാണ്. ജീവിത ശൈലി രോഗങ്ങൾ വളരെ പടർന്നു പിടിച്ചിട്ടുള്ള ഇന്നത്തെ കാലം. അതുപോലെ തന്നെ ചികിത്സാ ചെലവ് വളരെ വർദ്ധിച്ചിട്ടുള്ള ഇന്നത്തെ കാലത്ത് ഉണ്ണിസാഹിബോട് പറഞ്ഞതുപോലെ തന്നെ രോഗം വരിക എന്നുള്ളത് ആർക്കും വരാറ്. വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ചികിത്സ അത് പണം നോക്കിയിട്ടല്ല. പാവപ്പെട്ടവനും ചികിത്സിക്കേണ്ടി വരും, പണക്കാരനും ചികിത്സിക്കേണ്ടി വരും. അപ്പം അവിടെയാണ് നിങ്ങളുടെ അൽഷിഫയുടെ ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഏറ്റവും വലിയ പ്രസക്തി എന്നുള്ളത്. സൗജന്യമായിട്ടുള്ള നിരക്കിൽ ചികിത്സ, പരിപൂർണമായി സൗജന്യമായിട്ടുള്ള ചികിത്സ, ഇങ്ങനെ പല പദ്ധതികളും സ്കീമുകളും ഇതിൻ്റെ കീഴിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെല്ലാവരും ചേരുമ്പോൾ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പദ്ധതി അതൊരു സ്കീം ഒരു വലിയ വിജയമായി മാറും എന്നുള്ളതിലൊരു തർക്കമില്ല. അതൊക്കെ തന്നെ സഹായിക്കുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ്. കേവലം കച്ചവട താല്പര്യങ്ങൾക്ക് ഉപരിയായിട്ട് ജീവകാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹജീവിയോടുള്ള കരുതലിൻ്റെയും നല്ല കാര്യങ്ങൾ അൽഷിഫ അവിടെ ചെയ്യുന്നുണ്ട്. അത് സർവശക്തനിൽ നിന്നും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് തേടുവാൻ കഴിയുന്ന സംഗതികളാണ്. ആ അനുഗ്രഹങ്ങളെല്ലാം എപ്പോഴും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കിംസ് ചാരിറ്റബിൾ ട്രസ്റ്റും കിംസ് അൽഷിഫയും സംയുക്തമായിട്ടാണ് ഈ പുനർജനി എന്ന ഈ സ്കീം ഏതാണ്ട് 2 കോടിയോളം രൂപ വരുന്ന ഈ പ്രോജക്റ്റ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങൾക്കറിയാം, സമൂഹത്തിൽ കിഡ്നി രോഗം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി രോഗം വന്നാൽ 2 രീതിയിലുള്ള ചികിത്സയാണുള്ളത്. ഒന്ന് ഡയാലിസിസ്. ആ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരാളൊരു ഡയാലിസിസിന് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഡയാലിസിസ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായി അദ്ദേഹം തളരും, മാനുഷികമായിട്ട് തളരും, മാനസികമായിട്ട് തളരും. എന്നിട്ടോ ജീവിച്ചു പോവുക എന്നല്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും റിക്കവർ ചെയ്ത് വരാൻ പറ്റില്ല. അതേസമയം ട്രാൻസ്പ്ലാന്റ് ആണ് അതിനുള്ള ശരിക്കുള്ള ചെയ്യേണ്ടത്. ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഏതാണ്ട് 80% ആൾക്കാരും ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർ പഴയ ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള കഴിവുണ്ടാവും. പക്ഷേ ട്രാൻസ്പ്ലാന്റ് ചെയ്യും എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെലവ് ഭയങ്കര ബാധിച്ചതാണ്. സാധാരണ ഞങ്ങൾ 19 വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നത് ഇതിൻ്റെ റിലേറ്റീവ്സിന് മാത്രമുള്ള കിഡ്നിയാണ് സ്വീകരിക്കുക. റിലേറ്റീവ്സ് അല്ലാത്തവരുടെ കിഡ്നിയൊക്കെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ 10, 25, 40 ലക്ഷം രൂപ അതിന് ചിലവ് വരും. നമ്മൾ ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ്, നോർമൽ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യുന്നത് ഏതാണ്ട് 5 ലക്ഷം രൂപക്കാണ്. ആ 5 ലക്ഷം രൂപയ്ക്ക് തന്നെ ഈ കൺസെഷൻ റേറ്റിൽ ഇപ്പോൾ ചെയ്യുമ്പോൾ 3 ലക്ഷം രൂപക്കാണ് ചെയ്തു കൊടുക്കുന്നത് 50 പേർക്ക്. അങ്ങനെ ഇത് നല്ലൊരു മഹത്തായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 60 വൃക്കരോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാന്ത്വനമേകാനാണ് പുനർജനി പദ്ധതിയിലൂടെ കിംസ് അൽഷിഫ ലക്ഷ്യമിടുന്നത്. നജീബ് കാന്തപുരം MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചികിത്സയുടെ ഭാരം അല്ലെങ്കിൽ ചികിത്സയുടെ സംവിധാനങ്ങൾ നമ്മുടെ കൈവിട്ടു പോയൊരു കാലമാണിത്. പണ്ടൊക്കെ ഏതൊരു ട്രീറ്റ്മെൻറ്റിനും നമ്മൾക്കൊക്കെ താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരാൾക്ക് പോലും
അഫോർഡബിൾ ആകാൻ കഴിയാത്ത വലിയ ചികിത്സാ ഭാരം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അവിടെയാണ് കിംസ് അൽ ഷിഫ ആ മാനവികതയുടെ ഒരു മഹാപതാകയായി ഈ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അഭിമാനത്തോടെ പറയുകയും അതിനുള്ള നന്ദി അറിയിക്കാൻ ഈ വേദി ഉപയോഗിക്കുകയുമാണ്. കിംസ് അൽ ഷിഫ ഡയറക്ടർമാരായ അബ്ദുൾ റസാഖ്, ഹംസ പിലാക്കൽ, ഡോക്ടർ അഹമ്മദ് അമീൻ, PK മുഹമ്മദ് ഫൈസൽ, ജീവകാരുണ്യ പ്രവർത്തകരായ മാനുപ്പ കുറ്റീരി, നാസർ മാനു, താഹിർ ഒറ്റപ്പാലം, ക്ലിനിക്കൽ പ്രൊഫസറും ഓർത്തോപീഡിക് വിഭാഗം മേധാവിയുമായ ഡോക്ടർ EG മോഹൻകുമാർ, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അബ്ദുള്ള ഖലീൽ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, ട്രാൻസ്പ്ലാന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സജു സേവിയർ, കമ്മിറ്റി ചെയർമാൻ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ ഷാഹുൽ ഹമീദ്, സീനിയർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ മുരളി PM, സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഗണേശൻ VM, യൂറോളജിസ്റ്റ് ഡോക്ടർ നിഷാദ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ KC എന്നിവർ പങ്കെടുത്തു. പദ്ധതിയിൽ അംഗമാകുന്നവർക്ക് വേണ്ടി നവംബർ 3 മുതൽ 15 വരെ സൗജന്യ സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തും. ഇതിനോടകം കിംസ് അൽ ഷിഫ റീനൽ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വിദേശികളടക്കം നിരവധി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിഭാഗമായ ഇവിടെ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച ടിൻ ഓപ്പറേഷൻ തിയേറ്റർ, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പ്ലാന്റ് ICU, വിദഗ്ധ പരിശീലനം ലഭിച്ച ഡോക്ടർ, നഴ്സിംഗ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, വ്യക്തിഗത പരിചരണം എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ചികിത്സാ പദ്ധതികളും ലഭ്യമാണ്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. കേരളപ്പിറവി ദിനത്തിൽ ഐക്യ കേരളത്തിൻ്റെ ഭൂപട മാതൃക തുണികൾ കോർത്തിണക്കിക്കൊണ്ട് സൃഷ്ടിച്ച് ഒറ്റപ്പാലം റോയൽ സിൽക്സ്. 20 അടിയോളം വരുന്ന മാതൃകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടിന് പിറന്നാൾ സമ്മാനമായി ഒരുക്കിയത്. കേരം തിങ്ങും കേരളനാടിൻ്റെ 69ാം പിറന്നാൾ നക്ഷത്രശോഭയോടെ ആഘോഷിച്ച ദിനത്തിലാണ് ഒറ്റപ്പാലം റോയൽ സിൽക്സ് വേറിട്ട പിറന്നാൾ സമ്മാനം ഒരുക്കിയത്. ഷാളുകൾ കൊണ്ടൊരുക്കിയ കേരള ഭൂപടത്തിൻ്റെ മാതൃകയാണ് റോയൽ സിൽക്സിൽ തയ്യാറാക്കിയിരുന്നത്. 30ഓളം ഷാളുകൾ ഉപയോഗിച്ച് 20 അടി നീളത്തിലും 5 അടിയോളം വീതിയിലുമാണ് റോയൽ മാളിൽ കേരളത്തിൻ്റെ മാതൃക തനിമ ചോരാതെ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭൂപട മാതൃക ആദ്യം വരച്ചെടുക്കുകയായിരുന്നു. പിന്നീട് വിവിധ നിറങ്ങളിലുള്ള ഷാളുകൾ ഉപയോഗിച്ച് ഭൂപടം തയ്യാറാക്കുകയായിരുന്നു. സ്ഥാപനത്തിലെ സ്റ്റാഫുകളായ 5 പേരുടെ 5 മണിക്കൂറോളം നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് മനോഹരമായ തുണി കൊണ്ടുള്ള കേരള മാതൃക തയ്യാറായത്. തുണി കൊണ്ടുള്ള വ്യത്യസ്തമായ കേരളത്തിൻ്റെ മാതൃക കാണാൻ LSN സ്കൂളിലെ വിദ്യാർത്ഥികളും എത്തി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാതൃകയാണിതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം അത്രയും നന്നായിട്ട് ചെയ്തിരിക്കുന്ന കാണുന്നത് തുണി കൊണ്ട് കേരളത്തിനെ അത് കേരളപ്പിറവി ദിനത്തിന് വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഞങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പരിശ്രമിക്കും. കേരളപ്പിറവി ദിനത്തിൽ റോയൽ സിൽക്സിൽ എത്തിയവർ കേരള ഭൂപടം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. പലരും ഫോട്ടോ എടുക്കുന്നതിനും മറ്റുമായി മുന്നോട്ട് വന്നു. 69ാം പിറന്നാൾ ആഘോഷിക്കുന്ന കേരളത്തിന് റോയൽ സിൽക്സിൻ്റെ പിറന്നാൾ സമ്മാനമാണ് തുണികൊണ്ടുള്ള മാതൃക എന്ന് റോയൽ സിൽക്സ് MD PV ഷാനവാസ് പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ ഹരിത ഭംഗി നഷ്ടപ്പെടുന്ന ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെ നമ്മുടെ നാടിന് ഈ 69ാം പിറന്നാൾ ആഘോഷത്തിൽ ഒരു സമ്മാനം നൽകാം എന്നുള്ളൊരു ആശയം വന്നപ്പോൾ ഞങ്ങളുടെ റോയൽ സിൽക്സിലെ മുഴുവൻ അംഗങ്ങളും എല്ലാ സ്റ്റാഫുകളും കൂടി ഒരുക്കിയ ഒരു പിറന്നാൾ സമ്മാനമാണ് ഈ 20 അടി ഹൈറ്റിൽ 20 അടി വലുപ്പത്തിൽ ഒരു തുണി കൊണ്ടൊരു ഗിഫ്റ്റ് കേരളത്തിന് സമ്മാനിക്കുക എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയിൽ തന്നെ എല്ലാ സ്റ്റാഫുകളും അത് നല്ല രീതിയിൽ തന്നെ നിർവഹിച്ചു. തീർച്ചയായും ഇത് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സും എല്ലാവരും കാണുവാനും അത് നല്ല ഫീഡ്ബാക്കും നല്ല അഭിപ്രായങ്ങളും എല്ലാവരും അറിയിക്കുകയും ചെയ്തു. നമ്മുടെ നാടിൻ്റെ ഈ ഒരു 69ാം പിറന്നാൾ ആഘോഷത്തിൽ ഞങ്ങളും റോയൽ സിൽക്സും അഭിമാനത്തോടു കൂടി പങ്കുചേരുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക സംഗമം ഉദ്ഘാടനം ചെയ്തു. പണ്ടുള്ള നമ്മുടെ ആചാര്യന്മാരൊക്കെയാണ് യോഗ പഠിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ വീട്ടിലും
യോഗ പഠിപ്പിക്കണമെന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ലക്ഷ്യമാണ് നമുക്ക് പൂർത്തീകരിക്കേണ്ടത്. അതിന് 250ഓളം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള നമ്മുടെ 7000 കുടുംബങ്ങളെയൊക്കെ നമ്മൾ ഓരോരുത്തരെങ്കിലും ഇത് യോഗ പഠിപ്പിച്ചുകൊണ്ട് ആ വീട്ടിൽ നമ്മുടെ ജീവിതചര്യയായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ എസ് അനീജ പദ്ധതി വിശദീകരണം നടത്തി. ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ പുതിയ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ സഞ്ജിതയുടെ നേതൃത്വത്തിലാണ് യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ച് യോഗ പരിശീലനം ആരംഭിച്ചത്. 10 ബാച്ചുകളിലായി 300 അംഗങ്ങളെയാണ് യോഗ പരിശീലിപ്പിച്ചത്. 10 ദിവസത്തെയും 30 ദിവസത്തെയും കോഴ്സുകളാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ യോഗ പരിശീലനം ലഭിച്ചവരുടെ യോഗ നൃത്തങ്ങൾ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ, കെ സുമതി, എം കെ ദ്വാരകാനാഥൻ, കെ ലിനി, സി ലീല, എസ് രാജശ്രീ, പി പ്രിയ, ഉഷാകുമാരി, എം കെ പ്രദീപ്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എം സി വാസുദേവൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. जय जय शंकरा आदिदेव शंकरा, तेरे जप के बिना चले ये सांस किस तरह, मेरा कर्म तू ही जाने क्या बुरा है क्या भला, तेरे रास्ते पे मैं तो आंख मूंद के चला, ഒറ്റപ്പാലം ലക്കിടി മംഗലം RGM ക്ലബിൻ്റെ 25ാം പിറന്നാൾ ആഘോഷിച്ചു. പ്രവർത്തന പരിധിയെ RGM നഗറായി ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് പ്രഖ്യാപിച്ചു. 2000 നവംബർ 1 രൂപം കൊണ്ട കൂട്ടായ്മയാണിത്. കായിക കലാ സാമൂഹിക സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബ് രൂപീകരിച്ച് 25 വർഷം തികയുന്ന സാഹചര്യത്തിലായിരുന്നു RGM നഗർ പ്രഖ്യാപനം. പഞ്ചായത്ത് അംഗം മിനി ജയൻ അധ്യക്ഷയായി. ഒറ്റപ്പാലം ഡെപ്യൂട്ടി തഹസിൽദാർ കൂടിയായ ക്ലബ്ബ് അംഗം എം ഗിരീഷ് കുമാർ, കെ രാഗേഷ്, VP സുജേഷ്, സി ഷിജു, CS ഹരീഷ്, കെ സജീഷ്, എം അജു, എം ശ്രീജു എന്നിവർ സംസാരിച്ചു. കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി കടയോട്ടുകാവ് ഭഗവതി സന്നിധിയിൽ ഒക്ടോബർ 25 മുതൽ ആരംഭിച്ച ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. മൊളേരി രഞ്ജിത്ത് നമ്പൂതിരിയായിരുന്നു യജ്ഞാചാരി. സമാപന ദിവസമായ നവംബർ 1 രാവിലെ ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉദയാസ്തമന പൂജ, പ്രസാദവൂട്ട് സമർപ്പണം എന്നിവ നടത്തി. സപ്താഹവേദിയിൽ 7ാം ദിവസം 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗം തേവരക്കുട്ടിയെ ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു. യജ്ഞസമർപ്പണം, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടായി. ആമുഖം ഇത് നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ വിഷയം ഓർമ്മയുണ്ടായിരിക്കും. 24 ഗുരുക്കന്മാരെന്നൊരു പ്രകരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. അതിൽ ഭൂമി മാത്രമാണ് രാവിലെ പറഞ്ഞത്. അടുത്തത് വായു. രണ്ടാമത്തെ ഗുരു വായുവാണ്. വായുവിനെ നിരീക്ഷിച്ചു. വായു മത്സ്യ മാർക്കറ്റിലൂടെ പോകുമ്പം എന്തൊരു രൂക്ഷമായ ഗന്ധമായിരിക്കും അല്ലേ? ദുർഗന്ധം സഹിക്കവയ്യ. പട്ടാമ്പി നഗരസഭാ ഭരണത്തിനെതിരെ UDF മുനിസിപ്പൽ കമ്മിറ്റി പ്രക്ഷോഭയാത്ര നടത്തും. CPMന്റെ ദുർഭരണത്തിനെതിരെ പാഴായിപ്പോയ 5 വർഷമെന്ന മുദ്രാവാക്യവുമായി നവംബർ 7, 8, 9 തീയതികളിൽ പ്രക്ഷോഭ പദയാത്ര നടത്താൻ UDF മുനിസിപ്പൽ കൺവെൻഷൻ തീരുമാനിച്ചു. VK ശ്രീകണ്ഠൻ MP യോഗം ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KT കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KP ബാപ്പുട്ടി, അഡ്വക്കേറ്റ് രാംദാസ്, KR നാരായണസ്വാമി, CA സാജിദ്, KP റസാക്ക്, ET ഉമർ, C സംഗീത, ഉമ്മർ കിഴായൂർ, K ബഷീർ, AK അക്ബർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C സുകുമാരനെതിരെ അഴിമതി ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് P സുധീർ ബാബുവും CPM നേതാക്കളുമാണ് കോൺഗ്രസ് നേതാവ് C സുകുമാരനെതിരെ അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നത്. താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ഹാജരാകാതെ പങ്കെടുത്തതായി അവകാശപ്പെട്ട് C സുകുമാരൻ ആയിരക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. വാളയാറിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ 137 ഗ്രാം ഹെറോയിനും 74 ഗ്രാം ചരസും കണ്ടെത്തി. ചരസ് കടത്താൻ ശ്രമിച്ച കാസർഗോഡ് സ്വദേശി ആദർശ് അറസ്റ്റ്. മഞ്ഞപ്പിത്ത ഭീതി. മേലാറ്റൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. രാത്രികാല കടകളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിഹീനമായി പ്രവർത്തിച്ച 3 കടകൾ പൂട്ടിച്ചു. ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം സമാപിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ HSS ശ്രീകൃഷ്ണപുരവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ GHSS ചെറുപ്പുളശ്ശേരിയും ജേതാക്കൾ. മണ്ണാർക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം. പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം തിങ്കളാഴ്ച മുതൽ.
ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിന് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി സഹായം വേണമെന്നാവശ്യം താലൂക്ക് വികസന സമിതിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയാണ് അഭ്യർത്ഥന നടത്തിയത്. ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് താലൂക്ക് സമിതിയിൽ പോലീസിന് രൂക്ഷ വിമർശനം. തിരുവേഗപ്പുറ പാലത്തിന്റെ തകർച്ച, ബസ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ചെറിയ വാഹനങ്ങൾക്ക് പോകാം. തകർച്ച പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്താനും തീരുമാനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.